ബീഹാറിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും നേർക്കുനേർ വാക്പോരിലെത്തിയതോടെ അവസാന മണിക്കൂറിൽ പ്രചാരണം ഹൈ വോൾട്ടേജിലാണ്. കോൺഗ്രസിന്റെ തലയ്ക്കുമേൽ RJD തോക്കു ചൂണ്ടിയതോടെയാണ് തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ സമ്മതിച്ചതെന്നാണ് പ്രധാനമന്ത്രിയുടെ പരിഹാസം. പോളിംഗ് ബൂത്തിൽ ജാഗ്രത വേണമെന്നും അല്ലെങ്കിൽ BJP വോട്ടുകൊള്ള നടത്തുമെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങൾ അയച്ചിരുന്നു. അഭിലാഷ്, ഇന്നലെ പ്രധാനമന്ത്രി എത്തി പ്രചാരണത്തിന്, ഇന്ന് അമിത്ഷാ അങ്ങോട്ട് എത്തുന്നു. എന്തായാലും ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഹൈ വോൾട്ടേജിലാണ് കാര്യങ്ങൾ പോകുന്നത്. എവിടെയെത്തി പ്രചാരണം, എന്താണ് വിവരങ്ങൾ? ഭവ്യ, ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നാളെ ആദ്യഘട്ട പ്രചാരണത്തിന്റെ അവസാന ദിവസമാണ്. അപ്പോൾ മറ്റന്നാൾ അവിടെ ആദ്യം 121 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന്റെ അവസാന പ്രചാരണ ദിവസമാണ് നാളെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ബീഹാറിൽ നടത്തുന്നത്. പരസ്പരം കൊണ്ടും കൊടുത്തുമുള്ള പ്രചാരണങ്ങളാണ് ബീഹാറിൽ. ചൂടേറിയ പ്രചാരണ രീതികളാണ് നമ്മൾ കണ്ടുവരുന്നത്. അവിടെ ഇപ്പോൾ നമുക്കറിയാം, ഇന്നലെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെഗുസറായിൽ അവിടുത്തെ റാലികളിൽ പങ്കെടുത്തിരുന്നു. പരസ്പരം വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അതിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് ഇത്തരത്തിലാണ്: SIR നടപ്പാക്കി. ബീഹാറിലാണ് ഇന്ത്യയിൽ ആദ്യമായി SIR നടപ്പിലാക്കിയത്. അങ്ങനെ 65 ലക്ഷത്തോളം ആളുകളെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുന്ന വോട്ടുകളെ ലക്ഷ്യം വെച്ച് അവരെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി വിജയം നേടാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ വോട്ട് ചോരി, വോട്ട് മോഷണം നടത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും 4 സംസ്ഥാനങ്ങളിൽ, അത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിജയം നേടിയത്. അത് ബീഹാറിൽ ആവർത്തിക്കാതിരിക്കാൻ ജനങ്ങളടക്കം ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മറ്റു ആരോപണങ്ങൾ, അതായത് GST കൊണ്ടുവന്നിട്ട് സാധാരണക്കാരായ ജനങ്ങളെ, അവിടുത്തെ സാധാരണക്കാരായ കച്ചവടക്കാരെ പൊറുതിമുട്ടിച്ചു. നരേന്ദ്രമോദിയെ നയിക്കുന്നത് വ്യവസായികളാണ്, ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ച് നരേന്ദ്രമോദി പറയുന്നത് അവിടെ ഈ പ്രതിപക്ഷത്തിന്റെ സഖ്യം ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് ഒരു ജംഗിൾ രാജാണ്, ഗുണ്ട രാജാണ്, ഗുണ്ടകളാണ് അവിടെ ഭരിച്ചിരുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ക്ഷേമ പ്രവർത്തനം നടത്താനായിട്ട് UPA, അതായത് ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിരുന്നില്ല. അതെല്ലാം ഇപ്പോൾ NDA സർക്കാർ ഭരിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഭരണം തുടർന്ന് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ കോൺഗ്രസും RJDയും കുടുംബാധിപത്യവുമായി മുന്നോട്ട് പോകുന്ന ഫാമിലികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും വലിയ ക്രിമിനലുകളാണ് ആ കുടുംബങ്ങളെന്നടക്കമുള്ള ശക്തമായ ആരോപണങ്ങളാണ് പരസ്പരം ഉന്നയിച്ചത്. അതുപോലെ രാഹുൽ ഗാന്ധി മീൻപിടുത്തക്കാരോടൊപ്പം, ബീഹാറിലെ മീൻപിടുത്തക്കാരോടൊപ്പം മീൻ പിടിക്കാൻ ഇറങ്ങിയ കാഴ്ചകളൊക്കെ വളരെ കൗതുകവുമായി ഇന്ത്യ കണ്ടിരുന്നു. അങ്ങനെ അതിശക്തമായ തെരഞ്ഞെടുപ്പ്, ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ തക്കതായിട്ടുള്ള കഴിവുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ആദ്യഘട്ടം വ്യാഴാഴ്ച 121 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അതുപോലെ ചൊവ്വാഴ്ച ബാക്കിയുള്ള 122 മണ്ഡലങ്ങളിൽ പങ്കെടുക്കും. നിലവിൽ NDA സഖ്യത്തിന് 132 സീറ്റുകളാണ് ബീഹാറിലുള്ളത്. മഹാഗഡ്ബന്ധൻ സഖ്യത്തിന് 110, AIMന് ഒരു സീറ്റും. അങ്ങനെ ആകെ 243 മണ്ഡലങ്ങൾ. അതിൽ ഇത്തവണ NDA എത്ര പിടിക്കും, മഹാഗഡ്ബന്ധൻ എത്ര പിടിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അതിൽ 121 സീറ്റുകളിലെ തിരഞ്ഞെടുപ്പാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. വ്യാഴാഴ്ച നടക്കുക. ബുധനാഴ്ച അവിടെ ചൊവ്വാഴ്ച നാളെ അവിടെ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുന്നു. അതോടെ ഇന്നും നാളെയുമായിട്ട് ശക്തമായ രീതിയിലുള്ള പ്രചരണങ്ങളാണ് ബീഹാറിൽ നടക്കുന്നത്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.